ഹലോ, കണ്ടില്ലേ കുറേ ഉണ്ട് ജാമുൻ. ഈ ഞാവൽപ്പഴം എന്നൊക്കെ പറയില്ലേ, ഞങ്ങളുടെ അവിടെയൊക്കെ ഞാവൽപ്പഴം എന്നാട്ടോ പറയുക. പണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോൾ കുറേ കഴിച്ചിട്ടുണ്ട്. അത് ഇത്രയും വലുതൊന്നുമല്ല, ചെറുതാട്ടോ. നമ്മളെ വീട്ടിലുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം ഇല്ല. നല്ല മധുരമുള്ള ജാമുനാണ് കേട്ടോ. ഇതുകൊണ്ട് നമുക്കൊരു ജ്യൂസ് അടിച്ചാലോ? അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ജാമുൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം നാരങ്ങ മതി കേട്ടോ. ഞാൻ ഒന്ന് എടുത്ത് വെച്ചൊന്നേ ഉള്ളൂ. കുറച്ച് ഐസ് ക്യൂബ്, കുറച്ച് പഞ്ചസാര, കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് വെള്ളം കൂടി വേണേ. വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടില്ല. അപ്പോൾ ആദ്യം തന്നെ ഈ ജാമുൻ്റെ ഉള്ളിലൊരു കുരു ഉണ്ടാവുമല്ലോ, ആ കുരുവൊക്കെ കളഞ്ഞ് ക്ലീനാക്കി വെക്കാം. കുരു നമുക്ക് ആവശ്യമില്ല. അതിൻ്റെ ആ പുറത്തുള്ള ബ്ലാക്കും ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അത് മാത്രമേ നമുക്ക് വേണ്ടൂ. അതിൻ്റെ കുരു റിമൂവ് ചെയ്താൽ മാത്രം മതി. നന്നായി കഴുകി വെച്ചതായതുകൊണ്ടാണ് കേട്ടോ ഞാൻ കഴുകാത്തത്. അപ്പോൾ അതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം, ഒരു നുള്ളുപ്പ്, ഒരു ചെറിയ കഷ്ണം നാരങ്ങ പിഴിഞ്ഞതും, കുറച്ച് ഐസ് ക്യൂബും, ആവശ്യത്തിന് വെള്ളവും കൂടിയിട്ട് മിക്സിയിലിട്ട് നന്നായി അടിച്ചെടുക്കാം. ഇപ്പം തന്നെ നല്ല അടിപൊളി കളറാട്ടോ. ഒരു പ്രത്യേക തരം കളറാണ്, അടിപൊളിയാട്ടോ. കളറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. കളറ് നല്ലതുണ്ട് കാണാൻ. ഇനി വെറുതെ ആർഭാടം എന്നൊക്കെ പറയാം, ഒരു ഡെക്കറേഷന് വേണ്ടി ഞാൻ കുറച്ച് ഉപ്പും മുളക് പൊടിയും മിക്സ് ചെയ്തിട്ട് അത് ഗ്ലാസ്സിലേക്കൊന്ന് സൈഡിലാക്കി വെക്കുന്നുണ്ട്. വെറുതെ ആട്ടോ, ഡെക്കറേഷന്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നെ ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്തിട്ട് നമുക്ക് കുടിക്കാം. അടിപൊളിയാണ് കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ടേസ്റ്റ്, ചെറിയൊരു പുളിയും ആ ഒരു മധുരവും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ടേസ്റ്റ് ഉണ്ടാവുന്നൊന്നും വിചാരിച്ചിട്ടൊന്നുമല്ല, കുറേ ജാമുൻ ഇരിക്കുന്ന കണ്ടപ്പോൾ ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ ഇന്ന് എൻ്റെ ലഞ്ചാണ് കേട്ടോ. പനീർ റോളും ഈ ജാമുൻ ജ്യൂസും, 2 പീസ് ചിക്കൻ ഉണ്ടായിരുന്നു, അതും കുറച്ച് മാമ്പഴവും. അപ്പോൾ ബൈ.